1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ബന്ധങ്ങളാൽ ബന്ധിക്കപ്പെട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ സ്നേഹിച്ചു, അതല്ലെങ്കിൽ അവരെ പരിഗണിച്ചു, അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചതിന്റെ പേരിൽ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയാത്ത വിധം നമ്മൾ തന്നെ തളക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ചില കാര്യങ്ങളിൽ നമുക്ക് നോ പറയാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ പുതിയ വീഡിയോ. എൻ്റെ പേര് അഫ്ലഹ് ബിൻ മുഹമ്മദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മുടെ കുടുംബ ബന്ധം എടുത്തു നോക്കിയാലും, ഇപ്പോൾ നമുക്ക് പ്രണയബന്ധം ഉണ്ടെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും നമ്മൾ ഒരുപാട് അങ്ങ് സ്നേഹിച്ചു കളയും. സ്നേഹിക്കുന്നത് തെറ്റാണ് എന്നുള്ള അഭിപ്രായമല്ല ഇവിടെ പറയുന്നത്. നമ്മൾ ഒരുപാട് പരിഗണിക്കുമ്പോൾ, നമ്മൾ ഒരുപാട് ഒരാളെ സ്നേഹിക്കുമ്പോൾ, അതിൽ നമ്മുടെ മേൽ ഒരാൾക്ക് മേധാവിത്വം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ അവർക്ക് വേണ്ടി പലതും ചെയ്യാൻ വില്ലിങ് ആവുന്നു എന്നുള്ളത്. ഈ പലതും ചെയ്യുന്നത് മോശം എന്നുള്ള അഭിപ്രായം ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ പരിഗണിക്കണം. അതല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു താഴെത്തട്ടിലെ എംപ്ലോയി ആണെങ്കിലും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ കൂടെ നമ്മളെ നന്നായിട്ട് പരിഗണിക്കാം. ഇറ്റ്സ് ഗുഡ്. പക്ഷെ എൻ്റെ ചോദ്യം, നമുക്ക് നമ്മളുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് മുന്നേറാൻ കഴിയുന്നില്ലെങ്കിൽ, അതുമല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ നമ്മളുമായി ബന്ധമുള്ളവരുടെ ചില തീരുമാനങ്ങൾ നമ്മെ അലസോരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? ഇവിടെ ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് ആരാണ്? ഈ നോ എന്ന് പറയാൻ കഴിയാത്തത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമുക്കൊരു ജോലി ചെയ്യുന്ന എൻവയോൺമെന്റ് എടുക്കാം. ഒരിക്കലേ ഒരു HR മാനേജർ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായി, ഞാൻ എൻ്റെ എംപ്ലോയീസുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണുള്ളത്, അവരെല്ലാ കാര്യങ്ങളും ഞാനുമായിട്ട് ഷെയർ ചെയ്യും. ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതൊക്കെ അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുമായിട്ട് വളരെ നല്ല ബന്ധമാണുള്ളത്. പക്ഷെ ചില സമയത്ത് അവരുടെ അടുത്ത് ചില തെറ്റുകൾ സംഭവിക്കുമ്പോൾ എനിക്കത് തിരുത്താൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് തിരുത്താൻ കഴിയാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുത്താൻ കഴിയാത്തതിന്റെ റീസൺ എന്താ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അവരോട് എന്തോ ഒരു അനുകമ്പ വരുന്നുണ്ട്, അതല്ലെങ്കിൽ അവരോട് ഒരുപാട് സ്നേഹം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് അവർ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേണ്ടാത്തൊരു ദിശയിലേക്ക് പോകുമ്പോൾ നോ എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇതുകൊണ്ട് തന്നെ അതുമൂലം വരുന്ന റിസ്ക് ഒക്കെ HR അതല്ലെങ്കിൽ വലിയ മാനേജേഴ്സ് വരുമ്പോൾ, വലിയ HR മാനേജറോ അതിന്റെ വലിയ GM എല്ലാവരും അതല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ ഞാനാണ് അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ലൈഫ് ഇതുകൊണ്ട് വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതി എനിക്ക് അവരെ തിരുത്താനും കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു വലിയ പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ എത്ര സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് നേടുന്നത്? ഒരു നല്ല ബന്ധമാണോ? ഒരു നല്ല ബന്ധമാണെങ്കിൽ പരസ്പരം മനസ്സിലാക്കാത്തത്, അല്ലെങ്കിൽ തന്റെ പാർട്ട്ണറെ അതല്ലെങ്കിൽ തന്റെ കൊളീഗിനെ മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ ആ ബന്ധം എങ്ങനെയാണ് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം എന്ന് പറയാൻ കഴിയുക? തീർച്ചയായിട്ടും നമ്മൾ പറയുന്നു, നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവും. ഞാൻ ആ ഒരു വ്യക്തിയെ ഒരുപാട് പരിഗണിക്കുന്നുണ്ട്, ആ വ്യക്തി മൂലം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഭവം ശരിയാണ്, നമ്മളും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു 100 കാര്യം ചെയ്തിട്ട് ഒരു 101ാമത്തെ കാര്യം നമ്മൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ചില ആളുകളാണെങ്കിൽ നമ്മൾ ഇവരുമായിട്ട് കൂട്ടുകൂടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഏത് ബന്ധമാണെങ്കിലും, ഇപ്പൊ ദാമ്പത്യ ജീവിതമാണെങ്കിലും, നമ്മളൊരു ഓഫീസിൽ നമ്മുടെ മേലുദ്യോഗസ്ഥനാണെങ്കിലും കീഴുദ്യോഗസ്ഥനാണെങ്കിലും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും നമ്മൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ ഏതൊരു റിലേഷൻഷിപ്പിന്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾക്കും അതീതമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ തടച്ചിടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ നോ പറയാൻ പഠിക്കണം. ഇവിടെ പോലും നമുക്ക് നോ പറയാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അവസാനം നമ്മൾ അനുഭവിക്കും. അതല്ലെങ്കിൽ എന്താ പറയാ, ഏറ്റവും ലാസ്റ്റ് നമ്മൾ സഫർ ചെയ്യും. ഈ സഫറിങ്സ് കാണാൻ ചിലപ്പോൾ മറ്റു പലരും ഉണ്ടായെന്ന് വരില്ല. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മൾ മാത്രം അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അത് മറ്റുള്ളവർക്ക് നമുക്ക് അവരോട് ഷെയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് അനുഭവിക്കേണ്ടത് നമ്മളല്ലേ. ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, എന്നെ ആരും സ്വാധീനിക്കുന്നില്ല, എല്ലാവരും ഞാനുമായിട്ട് നല്ല ബന്ധത്തിലാണ് എന്നുള്ളതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫ്രണ്ട് സർക്കിൾ എടുക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസ്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസ് എടുക്കാം. നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വേറെ സുഹൃത്തുക്കളോ പെൺകുട്ടികളോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനെ എടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എന്തെല്ലാം മാറ്റി വെക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ മാറ്റി വെക്കുന്നത് ഒരു പക്ഷെ നമ്മുടെ സ്വപ്നങ്ങളാണെങ്കിൽ, ഞാൻ വീണ്ടും പറയും, നമ്മുടെ സ്വപ്നങ്ങളാണെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, സത്യം പറഞ്ഞാൽ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം. അത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും ഏത് ബന്ധമാണെങ്കിലും നോ പറയേണ്ടത് ന്യായം നിങ്ങളുടെ ഭാഗത്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നോ പറയുന്നത് യാതൊരു തെറ്റുമില്ല. ഇങ്ങനെ നോ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ബന്ധം നഷ്ടപ്പെടുമെന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇനി നഷ്ടപ്പെട്ടാൽ തന്നെ അതൊരു ഭാഗ്യമാണ്. കാരണം ന്യായമായ ഒരു കാര്യത്തിൽ നിങ്ങൾ നോ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ആ ഒരു
കൊളീഗ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ കുടുംബമാണെങ്കിൽ ആരാണെങ്കിലും അവർക്കത് കഴിയുന്നില്ലെങ്കിൽ അത് പോവുന്നല്ലേ ഏറ്റവും നല്ലത്. അവസാനമായി ഒരു കാര്യം കൂടി, ഈ നോ പറയുക എന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ ആദ്യമേ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അനുഭവിക്കുന്നത് ഫ്രീഡം മാത്രമല്ല, സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു ആസ്വാദനം കൂടിയാണ്. ഈ ചെറിയൊരു വലിയ കാര്യത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുവാനും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനും അതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗ ഓർ നെവർ. ചില സമയത്ത് ഞാൻ മറക്കുന്നൊരു കാര്യമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗ ഓർ നെവർ.